അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനും മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. 2025 മോഡൽ ജുപ്പിറ്റർ 125 സ്മാർട്ട് എക്സ് കണക്റ്റും 2025 സുസുക്കി ആക്സസ് റൈഡ് കണക്റ്റും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ഉള്ള ക്ഷമ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് വണ്ടിയാണ് എടുക്കേണ്ടത് എന്ന് കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണെന്ന് എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തേക്കുക. ആ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒന്നരാടം ദിവസങ്ങളിൽ പുതിയ സ്കൂട്ടേഴ്സിൻ്റെയും ടൂ വീലേഴ്സിൻ്റെയും വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മുടങ്ങാതെ അത് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ഫുൾ ഫ്രീ ആണ്, വേറെ ക്യാഷ് ഒന്നും എനിക്ക് തരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ കാണുന്നതാണ്, മേളിൽ കാണുന്നതാണ് നമ്മുടെ 125 ജുപ്പിറ്റർ. താഴെ കാണുന്ന നീല കളറിൽ കാണുന്നതാണ് നമ്മളുടെ സുസുക്കി ആക്സസ്. നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. രണ്ട് വാഹനങ്ങളിലും കോമൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ട് വാഹനത്തിൻ്റെയും LED ഹെഡ്ലൈറ്റ്സ് വരുന്നുണ്ട്. സ്പ്ലിറ്റ് LED ബൾബ്സ് ആണ്. രണ്ട് വണ്ടിക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. LED ബൾബുകൾ സ്പ്ലിറ്റ് ആണ്. ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് ബൾബുകൾ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റിന് ചുറ്റും ക്രോമിൻ്റെ ഓർണമെൻറ്റ്സ് രണ്ട് വണ്ടിയിലും തരുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, അതായത് വീഡിയോയിൽ ഓൾറെഡി ഓവർലേ ടെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പോസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അതിൻ്റെ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽ കിട്ടുന്നുണ്ട്. പിന്നെ സുസുക്കി ആക്സസിൻ്റെ ആ എംബ്ലത്തിന് താഴെയായിട്ടൊരു LED DRLs വരുന്നുണ്ട്. അതിന് പകരം നമ്മുടെ ജുപ്പിറ്റർ വരുമ്പോൾ LED DRLs അല്ലെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ മുകളിലായിട്ടാണ്. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോരോ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അതുപോലെ തന്നെ വലിപ്പം വ്യത്യാസം കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് ടയർ കാര്യങ്ങളിലേക്ക് നോക്കാം. ഫ്രണ്ട് രണ്ട് വണ്ടിയുടെയും മഡ് ഗാർഡ് വരുന്നത് മെറ്റലാണ്. ഫൈബർ മഡ് ഗാർഡ് രണ്ട് വണ്ടിയിലും വരുന്നത്. രണ്ട് വണ്ടിക്കും ടെലസ്കോപ്പിക് സസ്പെൻഷൻ കിട്ടുന്നുണ്ട്. രണ്ട് വണ്ടിയുടെയും ഫ്രണ്ടിൽ അലോയ് വീൽ വരുന്നുണ്ട്. ജുപ്പിറ്ററിലേക്ക് പോകുമ്പോൾ ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള അലോയ് വീൽ വരും. 12 ഇഞ്ച് സൈസ് 90-12 ട്യൂബ്ലെസ് ടയർ രണ്ട് വണ്ടിക്കും വരുന്നുണ്ട്. രണ്ടിനും കോംബി ബ്രേക്ക് സപ്പോർട്ട് ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈലേജ് ടയർ എന്ന് പറയുന്നുണ്ട്. അത് ഓരോ കമ്പനിക്കാർ, ഇപ്പോൾ സിയറ്റ് ആണെങ്കിൽ സിയറ്റിന് സെപ്പറേറ്റ് സീരീസ് ആയിരിക്കും, MRF ആണെങ്കിൽ MRFന് സെപ്പറേറ്റ് സീരീസ് ആയിരിക്കും വരിക. അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. രണ്ട് വണ്ടിക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ജുപ്പിറ്ററിനാകുമ്പോൾ ഹോൾസ് ഉള്ള വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ആണ് വരുന്നതുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. രണ്ടിനും സിംഗിൾ പിസ്റ്റൺ വരുന്ന ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഓക്കെ, മറ്റേ നമ്മുടെ ഇതിന് ആക്സസിന് നിസിൻ കമ്പനിയുടെ ബ്രേക്കാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഓവറോൾ ഡയമെൻഷൻ ഒന്ന് കാണാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഏത് വണ്ടിയാണ് ലെങ്ത്തിലും വിഡ്ത്തിലും കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വരുന്നതെന്ന്. കണ്ടല്ലോ, വലിപ്പത്തിലും നീളത്തിലും വീതിയിലും ആക്സസ് അല്ല, ജുപ്പിറ്ററാണ് വലുത്. ഓക്കെ, പിന്നെ പ്ലാറ്റ്ഫോം സൈസ് കൂടുതൽ വരുന്നത് ആക്സസിനാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം ഒരു സുഖമായിട്ടൊരു ഗ്യാസ് സിലിണ്ടർ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാം. ജുപ്പിറ്ററിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റാൻ പറ്റില്ല. പക്ഷേ രണ്ട് വണ്ടിയിൽ നിങ്ങൾക്ക് 20 ലിറ്ററിൻ്റെ വാട്ടർ ക്യാൻ സുഖമായിട്ട് കൊണ്ടുകൊടുക്കാവുന്നതാണ്. ആക്സസിന് ഫ്രണ്ടിൽ രണ്ട് പോക്കറ്റ്സ് വരുന്നുണ്ട്, ഓരോ ലിറ്റർ സ്റ്റോറേജ് വരുന്ന. പിന്നെ രണ്ട് വണ്ടിക്കും USB ചാർജിങ്ങിനുള്ള സപ്പോർട്ട് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും കോമൺ ആയിട്ട് രണ്ടിനും വരുന്നുണ്ട്. പിന്നെ മറ്റൊരു എടുത്തു പറയുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ് സ്റ്റാർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് വണ്ടി ഐഡിയലായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ തന്നെ ഓഫായി പോവുകയും ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടായി നമ്മുടെ മൈലേജ് നല്ലപോലെ സേവ് ചെയ്യാം. ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനും പെട്രോൾ കത്തുന്നത് കുറയാനുള്ള ഫീച്ചർ രണ്ട് വണ്ടിയിലും ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വേറെ എടുത്തു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ഡിജിറ്റൽ മീറ്ററിൻ്റെയാണ്. ജുപ്പിറ്ററിൻ്റെ മീറ്ററിന് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വലിപ്പം കൂടുതലുണ്ട്, ഫീച്ചേഴ്സും കൂടുതലുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ജുപ്പിറ്ററിലാണ് സ്മാർട്ട് ഫീച്ചേഴ്സ് കൂടുതൽ വരുന്നത്. ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്കൂട്ടറിലും നിങ്ങൾക്ക് കോള്, SMS, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ, വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് വണ്ടിയുടെയും രണ്ട് സ്കൂട്ടറിൻ്റെയും ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നത്. അത് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ജുപ്പിറ്ററിലേക്ക് വരുമ്പോൾ കുറച്ച് ഇപ്പോൾ വെതർ അപ്ഡേറ്റ്സ്, ക്രിക്കറ്റ് അപ്ഡേറ്റ്സ്, അങ്ങനെ കുറച്ച് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജുപ്പിറ്ററിൽ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് കണ്ടോ. വെതർ അപ്ഡേറ്റ്, ബാറ്ററി, മൊബൈൽ ചാർജർ ലെവൽ, അങ്ങനെ കാര്യങ്ങൾ കോമൺ ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് പറഞ്ഞുതരാം. അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ, വീഡിയോയിൽ കണ്ടല്ലോ, 33 ലിറ്ററാണ് ജുപ്പിറ്ററിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ്. രണ്ട് ഹെൽമെറ്റ് കയറും. ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നത് ജുപ്പിറ്ററിലാണ്. എന്നാൽ ആക്സസും തീരെ കുറവൊന്നുമല്ല, 24.4 ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ അഡീഷണൽ ആയിട്ടൊരു ബാക്ക് റെസ്റ്റും ജുപ്പിറ്ററിന് വരുന്നുണ്ട്. ഫ്യൂൽ ഫില്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു തരാണെങ്കിൽ, ഫ്യൂൽ ഫില്ലിങ് രണ്ട് വണ്ടിയുടെയും എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ്. ഇനി ഞാൻ ടെയിൽ ലൈറ്റ് കൂടെ ഒന്ന് പരിചയപ്പെടുത്തരാം. രണ്ട് സ്കൂട്ടറിൻ്റെയും ടെയിൽ ലൈറ്റ് വരുന്നത് LED ഒന്നുമല്ല, നോർമൽ ഹാലജൻ ബൾബുകൾ തന്നെയാണ് റിയർ ലൈറ്റും നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റിനും ഇൻഡിക്കേറ്റേഴ്സിനും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഓരോ കമ്പനിക്കാരും ഓരോ ഷേപ്പിൽ ഇറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു എടുത്ത് പറഞ്ഞ ഫീച്ചർ എന്ന് വെച്ചാൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ്. 2 സ്കൂട്ടറിലും നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാം. ആക്സസിന് ബാക്ക് സൈഡിൽ നിന്നാകുമ്പോൾ ജൂപ്പിറ്ററിന് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് ഫ്യൂൽ അടിക്കാനും പറ്റും. അതിൻ്റെ ടാങ്ക് വരുന്നത് താഴെയാണ്, ആ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയായിട്ടാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. ആക്സസിൻ്റെ നമ്മുടെ സീറ്റിൻ്റെ താഴെയായിട്ടുള്ള പൊസിഷനിലാണ് ഫ്യൂൽ ടാങ്ക് വരുന്നത്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്, 5.3 5.1 ആണ്. കപ്പാസിറ്റി കൂടുതൽ ആക്സസിനാണ്. മൈലേജും കൂടുതൽ പക്ഷേ ജൂപ്പിറ്ററിലാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഡിപ്പെൻസ്. പക്ഷേ രണ്ടും 125cc ആണ്. നിങ്ങൾക്കൊരു ഈ പറഞ്ഞൊരു 40-45 ഒക്കെ നോക്കിയാൽ മതി. അതിന് മുകളിൽ രണ്ടിനും മൈലേജൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. പിന്നെ ഡിജിറ്റ്സിൽ അവർ കമ്പനി എഴുതുമ്പോൾ ഇത്തിരി കൂട്ടി അങ്ങോട്ട് എഴുതുന്നതാണ്. പിന്നെ സ്പെക്ക് കണ്ടല്ലോ, സ്പെക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് രണ്ടും ഓൾമോസ്റ്റ് സെയിം എഞ്ചിൻ തന്നെയാണ്. പവർ ഓൾമോസ്റ്റ് സെയിം ആണ്. 8.3 bhp ആക്സസിന് കിട്ടുമ്പോൾ 8.15 ഇപ്പുറത്ത് കിട്ടും. ടോർക്കും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ടോപ്പ് സ്പീഡ് നമ്മുടെ ജൂപ്പിറ്ററിന് കുറച്ചുകൂടി കൂടുതൽ വരുന്നുണ്ട്, 95 കിട്ടുന്നുണ്ട്. 0 to 60 പക്ഷേ ജൂപ്പിറ്ററിന് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. മൈലേജും കൂടുതൽ കാണിക്കുന്നത് ജൂപ്പിറ്ററിനാണ്, 57 ആണ്. പക്ഷേ 57 ഒന്നും കിട്ടുന്നില്ലെന്നാണ്. ഒരു 45-50 ഒക്കെ നോക്കിയാൽ മതി മാക്സിമം. അതിൽ കൂടുതലൊന്നും 125cc സ്കൂട്ടേഴ്സിന് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇതൊക്കെയാണ് എഞ്ചിൻ്റെ സ്പെക്ക് വരുന്നത്. 125cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് ടെക്നോളജി ആയിരിക്കും. എല്ലാത്തിനും CVT ബെൽറ്റ് ട്രാൻസ്മിഷൻ ആയിരിക്കും വരിക. ഓക്കെ, 2 വണ്ടിക്കും കിക്കർ ഇപ്രാവശ്യമില്ല, രണ്ടിനും കിക്കർ വരുന്നില്ല. ഓക്കെ, റിയർ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂപ്പിറ്റർ സസ്പെൻഷൻ കുറച്ച് സ്പെഷ്യലാണ്. അതൊരു 3 സ്റ്റെപ്പ് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ, മെക്കാനിക്കൊന്നും വേണ്ട, നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ട്വിൻ ട്യൂബ് റിയർ സസ്പെൻഷനാണ്. ആ സമയത്ത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ കോയിൽ സ്പ്രിങ് വിത്ത് സ്വിംഗ് ആം ടൈപ്പ് സസ്പെൻഷനാണ് വരുന്നത്. ബാക്ക് സൈഡിൽ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടയറിന് വലിപ്പം കൂടുതൽ ജൂപ്പിറ്ററിനാണ് കേട്ടോ. 12 ഇഞ്ച് അലോയ് വീൽസും 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയറും വരുന്നുണ്ട്. ആക്സസിലേക്ക് വരുമ്പോൾ 10 ഇഞ്ച് ട്യൂബ്ലെസ് ടയർ ആയിരിക്കും വരിക. അപ്പോൾ റിയർ സസ്പെൻഷനും അതുപോലെ തന്നെ റിയർ ടയറിന് സ്പെക്കും കൂടുതൽ ജൂപ്പിറ്ററിലാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മളിപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എൻ്റെ സംസാരത്തിൽ നിന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ രണ്ടും വെച്ച് നോക്കുമ്പോൾ 125 സ്മാർട്ട് എക്സ് കണക്റ്റ് എടുക്കാനാണ് ബെറ്റർ. നിങ്ങൾക്ക് അത്രയും ഒരു ബഡ്ജറ്റ് നിങ്ങളെ അനുവദിക്കുന്നെങ്കിൽ സ്മാർട്ട് കണക്റ്റിലേക്ക് പോകാനാണ് ഏറ്റവും നല്ല ചോയ്സ്. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.